ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? ഒരു ഒരു വല്ലാത്ത വീക്കെൻഡാണ് കഴിഞ്ഞു പോയത്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമം ആൻഡ് ഇറാന്റെ തലവനെ തന്നെ വധിക്കുന്നു. US ഇസ്രായേലും ചേർന്ന് ആൻഡ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ അടക്കം US ബേസസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നു. നിഫ്റ്റി അല്ലെങ്കിൽ ലോക മാർക്കറ്റുകൾ വലിയ ക്രാഷ് ഒക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ നിന്നത്. ബട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വലിയ ക്രാഷ് ഒന്നും നിലവിൽ നിഫ്റ്റി സൂചിപ്പിക്കുന്നില്ല. നമുക്ക് നോക്കാം. ഡോ ജോൺസ് ഫ്യൂച്ചർ നോക്കിയാൽ നിങ്ങൾ നെഗറ്റീവിലാണ് ഓടുന്നത്. നാസ്ഡാക്ക് അല്ലെങ്കിൽ S&Pയുടെ ക്ലോസിംഗ് എല്ലാം നെഗറ്റീവ് ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിന്റെ ഒരു ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ബെയറിഷ് ടു ന്യൂട്രൽ എന്നേ പറയാനുള്ളൂ. വലിയ യൂറോപ്യൻ മാർക്കറ്റ്സും ക്ലോസ് ചെയ്തത് ലാസ്റ്റ് വീക്ക് ക്ലോസ് ചെയ്തത് അത്ര നല്ല രീതിയിലൊന്നുമല്ല. ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. ഇപ്പൊ ഗിഫ്റ്റ് നിഫ്റ്റി വെറും 54 പോയിന്റ് ഡൗൺ ആണ്. മോസ്റ്റ്ലി 100 പോയിന്റ്സ് ഡൗൺ സൈഡ് ആയിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. ബട്ട് നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് 54 പോയിന്റ്സ് മാത്രം ഡൗൺ സൈഡ്. സോ അതൊരു പോസിറ്റീവ് ആണ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച്. കാര്യം എന്ന് പറയുന്നത് വേൾഡ് മാർക്കറ്റിന്റെ വലിയ ഒരു പാനിക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഓപ്പണിംഗിൽ കാണുന്നില്ല എന്നുള്ളത് അതൊരു പോസിറ്റീവ് കാര്യമാണ്. സോ ഇപ്പം വേറെ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ തന്നെ എല്ലാം നെഗറ്റീവിലാണ് ട്രേഡിങ്. ബട്ട് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി വെറും 54 പോയിന്റ്സ് ആണ് ഡൗൺ എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് തുടക്കത്തിലെ ഒരു വലിയ പാനിക് സെല്ലിംഗിലേക്ക് പോയില്ലെങ്കിൽ ഇന്ന് ഹോൾഡ് ഓൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും 25,100. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ ലാസ്റ്റ് ഒരു അരമണിക്കൂറിൽ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ കണ്ടില്ല. ഇത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നടന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ആരൊക്കെയോ മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ അതിൻ്റെതായ ലക്ഷണങ്ങൾ നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പം എന്തായിരിക്കും ഇനിയുള്ള നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഇന്നത്തെ ദിവസം നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഡൗൺ സൈഡ് ആണെന്ന് പറഞ്ഞു. സോ മേ ബി നമ്മുടെ മാർക്കറ്റ് 50 to 60 പോയിന്റ്സ് ഡൗൺ സൈഡിൽ ഓപ്പൺ ആയാലും ഈ ഒരു 24,650 ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്നായിരിക്കും ഞാൻ നോക്കുന്നത്. ഒരു ടോട്ടൽ ഫോൾ ഉണ്ടായാലേ 1 to 2% ഫോൾ തന്നെ ഉണ്ടായാൽ തന്നെ ഞാൻ വലിയ പാനിക്കിലേക്ക് പോകത്തില്ല. കാര്യം മാർക്കറ്റ് അത് അബ്സോർവ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലി നമ്മുടെ മാർക്കറ്റിനുണ്ട്. ഈ ഒരു റേഞ്ച് കണ്ടില്ല, ഞാൻ ഇന്നലെ ഈ ഒരു റേഞ്ച് 2 ദിവസമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് 24,570. ഇപ്പൊ ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത്ര വലിയ പാനിക്കിലേക്ക് നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പോകത്തില്ല. ഞാൻ എന്തായാലും ഇപ്പൊ മീഡിയം ടേം ട്രേഡ്സ് ഒരുപാട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കുറച്ചായിട്ടൊക്കെ വാങ്ങി ഞാൻ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടേക്കുന്ന മീഡിയം ടേം ട്രേഡ്സ് എല്ലാം സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് മീഡിയം ടേം സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പൊ ഞാൻ പൊസിഷൻസ് ഒന്നും നിലവിൽ വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ 24,550 എന്നുള്ള ഒരു സോണൊക്കെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കും. അപ്പൊ അത്രയും മോശം അവസ്ഥയിൽ മാർക്കറ്റ് ക്രാഷ് ആവുന്നുണ്ടെങ്കിൽ മാത്രം, അതായത് എന്റെ സ്റ്റോപ്പ് ലോസുകൾ അടിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അല്ലാതെ പാനിക്കിൽ ഞാൻ ഒന്നും വിൽക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആൻഡ് ഇപ്പം ചെറിയ മൊമെന്റം ട്രേഡുകൾ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ടേം ട്രേഡ്സ് മേ ബി 1 to 2%, 3% സ്റ്റോപ്പ് ലോസ് വെച്ച സ്റ്റോക്കുകൾ മേ ബി എല്ലാം നാളെ ഇന്നത്തെ ദിവസത്തേക്ക് ചെറിയ ക്രാഷ് ഒക്കെ വന്ന അതൊരു സ്റ്റോപ്പ് ലോസ് അടിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാം കൺട്രോൾഡ് പൊസിഷനാണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോസും എനിക്ക് ടോട്ടൽ പൊസിഷൻസിൽ ഇല്ല. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കണം ട്രേഡ് ചെയ്യേണ്ടത്. നമുക്ക് പറ്റുന്ന ലോസ് നമ്മളൊരു 10 പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചും കൂടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ ആയിരിക്കണം. ആ മൈൻഡ് സെറ്റിലേ നമ്മൾ ട്രേഡ് ചെയ്യാവൂ, ഇല്ലേ? അല്ലാതെ നമ്മളിപ്പം നമുക്ക് പറ്റാത്തത്ര ക്വാണ്ടിറ്റി എടുത്തിട്ട് ട്രേഡ് ചെയ്ത് ഇതേപോലെയുള്ള ഒരു മാർക്കറ്റിന്റെ ഒരു അൺസർട്ടൻ അവസ്ഥകളിൽ ലോസ് വന്നിട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ പൊസിഷനും സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഞാൻ ഓക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എമൗണ്ട് മാത്രമേ ഓരോ സ്റ്റോക്കിൽ ഞാൻ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ നിഫ്റ്റിയിൽ ഞാൻ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നോക്കാം. ഈ ടെക്നിക്കൽ സോൺ ഇപ്പം ഒരു 1 to 2% ഫോൾ വന്നാലും ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഞാൻ നോക്കും. ആ ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം പാനിക് ഇല്ലാതെ ഞാൻ ഹോൾഡ് ചെയ്യും. ആൻഡ് അതിനുശേഷം മാത്രം പിന്നെ 24,330 ഇപ്പൊ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. കാര്യം വലിയ മാർക്കറ്റ് സിറ്റുവേഷനിൽ ടെക്നിക്കൽസിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ആളുകളുടെ ഒരു സൈക്കോളജി വെച്ചിട്ട് മാർക്കറ്റ് തുടരെ സെല്ലിംഗ് പ്രഷർ നേരിടാനാണ് പോസിബിലിറ്റി. അപ്പം ഇനി ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്ത ശേഷം നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഞാൻ ഇന്നത്തെ ലെവൽസ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഇട്ട് തരാം. ഓക്കെ, അപ്പൊ ഇത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ ഒരു ഡിസ്ക്ലൈമർ വെച്ചാണ് പറയാം. നമ്മളിതൊരു ട്രേഡിംഗ് അഡ്വൈസ് അല്ല, മറിച്ച് നമ്മുടെ സ്ട്രാറ്റജിയാണ് പറയുന്നത്. നമ്മൾ ഇത് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഇന്ന് എന്തെങ്കിലും സ്റ്റോക്സ് ന്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മന്ത്ലി ബിസിനസ് അപ്ഡേറ്റ്സ് ഒരുപാട് കമ്പനികളുടെ വന്നിട്ടുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എല്ലായിടത്തും ഞാൻ പറഞ്ഞു തരാം. മാരുതി സുസുക്കിയുടെ സെയിൽസ് ഗ്രോത്തും ഡൊമസ്റ്റിക് സെയിൽസും റൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് പാസഞ്ചർ വെഹിക്കിൾസിന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്സും കൂടിയിട്ടുണ്ട്. ഹുണ്ടായി മോട്ടോഴ്സിന്റെ മന്ത്ലി സെയിൽ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഹയസ്റ്റ് എവർ സെയിൽസ് ആണ് ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള ഫെബ്രുവരിയുടെ സെയിൽസ് നോക്കുമ്പോൾ ഈ ഫെബ്രുവരിക്ക് അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട് അവർക്ക്.
എക്സ്പോർട്സിനും ഗ്രോത്ത് ഉണ്ട്. ഹീറോ മോട്ടോകോപ്പിന് പിന്നെ ഐഷർ മോട്ടോഴ്സിന് എല്ലാം ടോട്ടലി സെയിൽസിന്റെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് എല്ലാ കമ്പനികളിലും ഉണ്ടെന്നുള്ളത് പോസിറ്റീവാണ് ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ച്. TMCVയുടെ ടോട്ടൽ ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ ആണെങ്കിൽ 32% ഗ്രോത്ത് ഉണ്ട്. ഡൊമസ്റ്റിക് സെയിൽ ആണെങ്കിൽ 32.8% ഗ്രോത്ത് ഉണ്ട്. എക്സ്പോർട്സിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിളിന്. പാസഞ്ചർ വെഹിക്കിളിനാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിന് ടോട്ടൽ സെയിൽസ് 30% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 63,331 യൂണിറ്റ്സ് അവർ കഴിഞ്ഞ മാസം വിറ്റിട്ടുണ്ട്. ഡൊമസ്റ്റിക് സെയിൽസ് അത്യാവശ്യം 34% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. മഹീന്ദ്ര സെയിൽസിനും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ടോട്ടൽ എല്ലാ കമ്പനികൾക്കും പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പുള്ളാണ് നടന്നിട്ടുള്ളത്. M&Mനെ ആണെങ്കിൽ ട്രാക്ടർ സെയിൽസ് ജമ്പ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കൃഷി സംബന്ധിച്ച കാര്യങ്ങൾക്കും പോസിറ്റീവാണ്. SML മഹീന്ദ്രയുടെ ടോട്ടൽ സെയിൽസ് 17% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ TVS മോട്ടോഴ്സിന്റെ സെയിൽസും മോസ്റ്റ്ലി 31% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. എസ്കോർട്സ് കുബോട്ട, VST ടില്ലേഴ്സ് ട്രാക്ടേഴ്സ്, ഭാരത് കോക്കിംഗ് കോൾ പ്രൊഡക്ഷൻ ഓഫ് റോ കോള് റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ഭാരത് കോക്കിംഗ് കോളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ട് നമുക്ക് പരിചയത്തിലുള്ള. സോ ഇങ്ങനത്തെ ഒരുപാട് പോസിറ്റീവ് ന്യൂസസ് വന്നിട്ടുണ്ട്. പിന്നെ BELന്റെ ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1.95 പെർ ഷെയർ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് BELന്റെ. പിന്നെ ബ്രിഗേഡ് എന്റർപ്രൈസസ് ആണെങ്കിൽ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ചെന്നൈയിൽ 1,700 കോടിയുടെ വലിയ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം കമ്പനിയെ സംബന്ധിച്ച് അത്രയും വലിയൊരു പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നത്. 5.19 ഏക്കർ പ്രൈം ലാൻഡിലാണ് അവർ അവിടെ ബ്രിഗേഡ് എന്റർപ്രൈസസ് അവിടെ വലിയൊരു ഇത് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഓറോബിന്ദോ ഫാർമയുടെ USFDAയുടെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. സോ അതൊക്കെ എന്താ പറയാ ഓൾറെഡി കമ്പനിയുടെ ഭാഗത്ത് നടക്കുന്ന ന്യൂസസ് ആണ്. ഓക്കെ. അപ്പം എനിക്ക് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വലിയ മാർക്കറ്റ് ക്രാഷ് എന്നുള്ളൊരു പേടി ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അത്യാവശ്യം വലിയ പാനിക് ആവശ്യമില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ടെക്നിക്കൽ ലെവൽസ് ഒന്നും വലിയ ധാരണ ഇല്ലെങ്കിൽ പോലും ലെറ്റ്സ് സീ നമ്മുടെ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, ഇത്രയും 2 സോൺസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ട്രേഡിംഗ് നമുക്ക് നിശ്ചയിക്കാം. ആൻഡ് നാളെ കഴിഞ്ഞാൽ മാർച്ച് 3 അവധിയാണ്, ട്രേഡിംഗ് ഹോളിഡേ ആണ് ഹോളി പ്രമാണിച്ച്. സോ അതിന്റെ കൺഫർമേഷനും ഉണ്ട് ഏകദേശം. സോ ഇന്ന് അധികം പ്രൊസഷൻസ് ഒന്നും നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് പുറകെ നിന്ന് വാച്ച് ചെയ്യാന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ. സോ താങ്ക് യു.